ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്നുള്ള ഒരു ഐഡിയ ആണ്, കാരണം നമ്മൾ ഇന്ന് സ്റ്റേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ മെയിൻ ഷെഫ് മുത്തുവാണ്, ഞാൻ അസിസ്റ്റന്റ്. സോ ആ വീഡിയോ ചുമ്മാ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഉണ്ടാക്കാം. എന്തൊക്കെയാണ് ഫസ്റ്റ് വേണ്ടതെന്നൊന്ന് പറയണേ. ഭയങ്കര കുക്കിംഗ് ആയിരിക്കും. അതൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒത്തിരി പുളി വേണ്ടെങ്കിൽ നാരങ്ങ എടുത്താൽ മതി. ഫ്രീ ആയിട്ട് സംസാരിക്കും. എന്നിട്ട് പിന്നെ നമ്മള് ഒരു സ്റ്റേക്കിന്റെ ഒരു സോസ് ഉണ്ട്, സ്റ്റേക്ക് സോസ് ഉണ്ട്. അത് നമുക്ക് ഡിപ്പല്ലേ അതോ? അല്ല, സോസ് ആയിട്ട്. ഇതാണ് ഡിപ്പാട്ട്. നമുക്ക് ഡിപ്പാട്ട് യൂസ് ചെയ്യാം, ആദ്യം മാരിനേഷൻ യൂസ് ചെയ്യാം. A1 സോസ് ഇങ്ങോട്ട് നീങ്ങുന്നു, കാണുന്നില്ല. ഓക്കെ, ഞാൻ ഒരു നാരങ്ങ ഓൾറെഡി പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുളി വേണമെങ്കിൽ മാത്രം എടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊളിച്ചിട്ട് ഇനി ചതയ്ക്കണം. ചതച്ചിട്ട് അത് ഇതിനകത്തോട്ട് ഇതാക്കും. എന്റെ ഹെൽപ്പ് കഴുകാൻ മാത്രം മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ വെറുതെ കുത്തി നിൽക്കുന്നത്. നമുക്ക് ആവശ്യമില്ല. ഇതും ചതച്ചും കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇട്ടിക്കുന്ന സാധനം എടുക്കട്ടെ. ഇനി അത് കളഞ്ഞിട്ട് വരാം. അയ്യോ, എന്റെ ഫ്രെയിമിന്ന് പോവാതെ, ഫ്രെയിമിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നത്. സോ ഇത് ഓൾറെഡി ഞാൻ കഴുകി വെച്ചിരുന്നേ കേട്ടോ. ഇതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഇത്ര ഉണ്ടാക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അത് മൊത്തം ഉണ്ടാക്കുക. മൊത്തം എടുക്കാം. എന്നിട്ട് ഇപ്പൊ തന്നെ കഴിക്കണോ? അത് ഇത്രയും ചതഞ്ഞാ മതിയോ? ജസ്റ്റ് ഫ്ലേവറിന് ഇടുന്ന ഇത്ര മതിയോ ചതഞ്ഞാ? ഇത് നോക്ക്, മതി. ഇടട്ടെ. ഒരുപാട് കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് എത്ര വേണ്ടെന്നൊക്കെ പറ, എന്നാലല്ലേ അവർക്കൊരു ഐഡിയ കിട്ടും. ഇത് പ്രൊഫഷണൽ ആവും. അത്രയും ആ കാണിച്ച ക്വാണ്ടിറ്റിക്കുള്ളത് ഒരു ഇത്രയും പെർസെന്റേജ് ഞാനിത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു അളവിന്റെ ഇത് പറഞ്ഞ എങ്ങനെ അളവാ ഇത് ഇടട്ടെ അതിന്റെ അകത്തോട്ടെ. ഞാൻ കാണിച്ചുതരാം മാരിനേറ്റ് ചെയ്യുമ്പോൾ എത്ര എടുത്തുണ്ട്. അത് മൊത്തം ഒഴിച്ചത് പോലെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ കാണിക്കാനും വേണ്ടി ഇത് ഇടണോ? ഇച്ചിരി കഴിഞ്ഞിട്ടാ മതി, കാരണം ഞാൻ ഉപ്പും ഇതൊക്കെ ഇടാണ്ട്. ഇച്ചിരി A1 സോസും കൂടെ ഇത്രയും കഴിക്കണം. A1 സോസ് നമ്മളെല്ലാം ഒഴിക്കാനും നല്ല സാധനമാണ്. നമുക്കൊരു സോസ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇതിപ്പോ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ് ഇവിടെ സ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ കൂടി, മുത്തു ഓൾറെഡി നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാ. അങ്ങോട്ട് നോക്കണ്ട കേട്ടോ, ഞാൻ ഇച്ചിരി ഒതുക്കി വെച്ചതാ, പക്ഷെ എന്നാലും കാണുമല്ലേ. എനിക്ക് എന്റെ കഥ പറയട്ടെ. ഉപ്പിട്ടോ കുറച്ച് ഇച്ചിരി കൂടെ ഉപ്പിട്ടേക്കാം. പിന്നെ പറയാം. ഉപ്പിട്ടിട്ടുണ്ട്. നാരങ്ങ ഒരെണ്ണം ഇവിടെ വെച്ചേക്കാം, പിന്നെ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് മിക്സ് ഗാർലിക് പൗഡറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുണ്ട്. അതിന് പേരാണ് നമ്മൾ ഗാർലിക് ചതച്ചത്, ഇതാണെങ്കിലും മതി. പിന്നെ നമുക്ക് ഫ്ലേവർ ഇച്ചിരി റോസ്മേരിയുടെ ലീഫും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഇല്ലാത്തത് കൊണ്ട് ഓരോരുത്തർക്കും ഓരോ രീതി. ചിലർക്ക് മീഡിയം വെൽ അല്ലെങ്കിൽ വെൽ ഡൺ അങ്ങനെയൊക്കെയാണ്. എനിക്ക് കുറച്ച് മീഡിയം അല്ല, നമുക്കൊരു ബീഫിന്റെ സ്റ്റേക്ക് പറഞ്ഞെങ്കിൽ മീഡിയം അടിക്കണം. ആ സ്റ്റേജ് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ജ്യൂസി ഒരു ഇതൊക്കെ കിട്ടും. ഒരു മീഡിയം ഫ്ലേവർ. ഞാൻ കുരുമുളക് എടുത്തോണ്ട് നിൽക്കാം. ഈ ഫ്രെയിമിൽ കയറി വികസിച്ച് അങ്ങോട്ട് നിൽക്കാം. ഇത് ഞങ്ങള് നാട്ടിൽ നിന്ന് മമ്മി തന്നു വിട്ട കുരുമുളക്. ഇതൊന്നും പറയാൻ സമ്മതിക്കുന്നില്ല, ഞാൻ ഓടി വരുമ്പോഴത്തേന് ഇടുവാ. ഓക്കെ, ഈ കുരുമുളക് നാട്ടിൽ നിന്ന് ഞങ്ങള് മറ്റേ അങ്ങനെ കൊണ്ടുവന്നേ. അപ്പം ഇവിടെ മമ്മി ഇത്ര വേണം. ഇവിടെ മമ്മി അത് ഇത്ര പൊടിച്ച് മതിയോ? കാരണം ഈ ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ ഒത്തിരി നമ്മുടെ ഈ ബീഫ് കറി ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ഫ്ലേവർ നമുക്ക് വേണമെന്നില്ല. ബീഫിന്റെ ഫ്ലേവർ നമ്മൾ കഴിക്കുന്ന മീറ്റിന്റെ ഇതായിരിക്കണം കൂടുതൽ നിൽക്കട്ടെ. സോസ് കുറച്ചാൽ മതി. സോസ് ജസ്റ്റ് ഒരു അല്ല, ഇത് നമുക്കുള്ള ഇത്രയും സോസേ ഉള്ളൂ നമ്മൾ ആഡ് ചെയ്യുന്നത്. എനിക്കറിയില്ല കേട്ടോ, ഷെഫ് പറയുന്ന പോലെ.
മാരിനേഷൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്യാനുള്ള സോസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റേക്ക് കറക്റ്റ് ആക്കാം. ഓക്കെ, ഞാൻ വേറെ ആംഗിളിൽ നിങ്ങളെ കൊണ്ടുപോവാം. സോ ഇത് നമ്മൾ ഇനി ഒരു 40 മിനിറ്റ്സ് ഇരിക്കണം. 40 മിനിറ്റ്സ് പറഞ്ഞ ടൈം പറയണ്ടേ? ഇത് ഇനി നമ്മൾ ഇനി കട്ട് ചെയ്യത്തില്ല. നമ്മളിങ്ങനെ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങള് 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചു, ഒരു 10 മിനിറ്റ് ഞങ്ങൾ വെളിയിൽ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്തത് പിടിച്ചിട്ടുണ്ടോ നോക്കാം. പിടിച്ചതുപോലെ തോന്നുന്നുണ്ട്. ആ സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? നല്ല നമ്മൾ ആദ്യം സ്മെല്ല് പറയാൻ പാടില്ല. സോറി, ടേസ്റ്റ് പോകും. ഞങ്ങളുടെ ഗിംബലും മുത്തുവിനെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ മുത്തു എങ്ങോട്ട് നീങ്ങിയാലും ഞങ്ങളുടെ ഗിംബൽ അങ്ങോട്ട് നീങ്ങും. ഇനി നമുക്ക് ഇനി എയർ ഫ്രയറിനകത്ത് വെക്കുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അത് നമുക്ക് ടീബോൺ ആണെങ്കിൽ കട്ട് ചെയ്യാം. അതിനൊരു ലുക്കൊക്കെയുള്ളുണ്ട്. മീഡിയം മീഡിയം ചെറിയൊരു പിങ്കിഷും കാണും. ഇത് ട്രൈ ചെയ്തുകൊണ്ടാണ് ഞാനോട് പറയണേ. ആ പീസും കൂടെ അടിപൊളിയല്ലേ? എൻ്റെ കുക്കിങ് കണ്ടെത്തണം. കൊള്ളാം. റെസ്റ്റോറന്റ് കഴിച്ച പോലെ തന്നെ റെസ്റ്റോറന്റ് കഴിച്ച പോലെ ഉണ്ടോ? അതിൽ കൂടുതൽ നല്ലതാണോ? ഏതാ നമുക്ക് ഒരു സ്റ്റേക്കിന്റെ അടിപൊളിയായിട്ടുണ്ട്. റെക്കോർഡ് ബട്ടൺ ആണല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ബിക്കോസ് ആദ്യം ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ എടുത്തായിരുന്നു, റിയാക്ഷൻ വീഡിയോ. പക്ഷെ അതൊരു ജെന്യുവൻ റിയാക്ഷൻ ആണ്. നല്ലതായിട്ടുണ്ട്. കാരണം ആ സോസും എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ പകുതി ഞങ്ങൾ ഇതുവരെ തീർത്തു. റിയാക്ഷൻ എടുത്തെടുത്ത് ഞങ്ങൾ അതിന്റെ പകുതിയും തീർത്തു. ഓക്കെ, മുത്ത് കഴിച്ചു കാണിക്കുന്നോ? ഞാനും കൂടി ചെറിയ ട്രൈ രണ്ടാമതാണ് കേട്ടോ. ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്തില്ല, ചെറിയ പീസ് എടുക്കാം. ട്രൈ ചെയ്ത് മൊത്തം തീർക്കാം. ഞങ്ങളുടെ റിയാക്ഷൻ വീഡിയോ എടുത്തെടുത്ത് തന്നെ ഞങ്ങൾ ടീബോണിന്റെ പകുതിയും കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.